ഇന്ന് നമുക്ക് വളരെ രുചികരമായ മീൻ റോസ്റ്റ് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായി ഞാൻ അയല മീൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മസാല പുരട്ടാം. സാധാരണ നമ്മൾ വീട്ടിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുന്നത് പോലെ ഇതിലൊന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഇത്രയും ചേർത്താണ് ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടുന്നത്. അതുപോലെ നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. മസാല പുരട്ടി വെച്ച മീൻ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ഈ മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. തിരിച്ചും മറിച്ചുമിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത് ചെറുതായി കനം കുറഞ്ഞ് സവാള അരിയണം. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിടണം. 2 പച്ചമുളക് കീറിയതും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതുപോലെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നതിന് വേണ്ടി സവാളയുടെ നിറമൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കൊന്ന് അടച്ച് വെക്കണം. സവാളയെല്ലാം നല്ലപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒരു തക്കാളി കൂടി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് വെച്ച് ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരും. ഇതെല്ലാം ഇതുപോലെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. പൊടി എല്ലാം നല്ല ബ്രൗൺ കളർ ആവണം. ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കണം. ഉപ്പ് കൂടിപ്പോകരുത്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ മീനിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് അല്പം കൂടി ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് മതി. അതുകൂടി ചേർത്ത് ഈ പൊടിയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മീനും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഗ്രേവിയൊന്നുമില്ലാതെ തിക്കായിട്ടിരിക്കുന്ന മീൻ റോസ്റ്റാണ്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഗ്രേവി പോലെ ആക്കാം. പക്ഷേ ഇതാണ് കുറച്ച് കൂടുതൽ രുചി. ഈ മീൻ റോസ്റ്റ് ഇതുപോലെ ഗ്രേവിയൊന്നുമില്ലാതെ ഈ മസാലയിൽ ഈ മീനിനെ പൊതിഞ്ഞെടുക്കണം. ഇതാണ് വളരെ രുചികരമായിട്ടുള്ളത്. ഇനി മസാലയെല്ലാം ഈ മീനിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. കവർ ചെയ്ത് ഈ മീനിൽ ഈ മസാലയെല്ലാം പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരല്പനേരം ഇതൊന്ന് അടച്ച് വെക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മീൻ റോസ്റ്റ് ഇതുപോലെ തയ്യാറായി. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ
ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.